Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ വജീറ്റ ആണെങ്കിൽ മാജിക് ബൂവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മാജിക് ബൂവിനാണെങ്കിൽ വജീറ്റയുടെ അറ്റാക്കിൽ വലിയ രീതിയിൽ പരിക്ക് പറ്റുകയാണ്. അതിൽ കൺട്രോൾ പോയ മാജിക് ബൂ ആണെങ്കിൽ ദേഷ്യപ്പെടും. നീ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, ഇതിൽ എനിക്ക് ഇതിനോട് ദേഷ്യം തോന്നിയെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മുഴുവനായിട്ടും അവന്റെ ബോഡി അങ്ങനെ റെഡാക്കി മാറ്റി പവർ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യാണ്. ബാബുഡി ആണെങ്കിൽ വിളിച്ചു പറയും, മാജിക് ബൂ നീ സൂക്ഷിച്ച് നിന്റെ പവറൊക്കെ ഉപയോഗിക്ക്. അടുത്ത നിമിഷം അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി വജീറ്റയെ അവൻ തകർത്തില്ലാതാക്കാനായിട്ട് നോക്കും. പക്ഷെ വജീറ്റയ്ക്കാണെങ്കിൽ ഒരുപാട് പരുക്കുകൾ പറ്റിയെന്നല്ലാതെ അവന്റെ ജീവന് യാതൊരു പ്രശ്നവും ഇല്ല. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ കല്ലുകൾക്കടയിൽ നിന്ന് പുറത്തേക്ക് വരും, അവർക്കും കുഴപ്പമൊന്നുമില്ല. അവിടെയാണെങ്കിൽ മാജിക് ബോയിനോട് പറയും, നീ കരുതുന്നതിലും വളരെ കൂടുതലാണ് വജീറ്റയുടെ പവർ. ഇപ്പൊ തന്നെ അവനെ ബിസ്ക്കറ്റോ ഐസ്ക്രീമോ ആക്കി നീ വേഗം അവനെ വിഴുങ്ങണമെന്ന് പറയും. ഇവിടെ വജീറ്റ അവനാണെങ്കിൽ ആ കാര്യം ഉറപ്പാവും, അവനൊരു ഇമ്മോർട്ടലാണ്, അവനെ കൊണ്ട് റീജനറേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് അവനെ കൊല്ലാനോ തോൽപ്പിക്കാനോ കഴിയില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷെ എങ്കിലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല, എന്റെ മരണം വരെ പോരാടാനായിട്ട് ഞാൻ സന്നദ്ധനാണെന്ന് പറയും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ ഗോകുവിനെ കാണിക്കും. ഗോകുവിനാണെങ്കിൽ ഇപ്പോഴും ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. മറ്റൊരു ഭാഗത്ത് ഗോഹാൻ, അവനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. അവന്റെ അടുത്തേക്ക് ഇപ്പൊ കുറച്ച് ആനിമൽസ് വരും. ആണെങ്കിൽ ഒരുപാട് വിഷമത്തോടു കൂടെ ഇപ്പൊ പറയും, എന്റെ പ്രഥമ ശിഷ്യൻ ഗോഹാൻ അവൻ മരണപ്പെട്ടു. വജീറ്റയ്ക്കാണെങ്കിൽ അവനെ തോൽപ്പിക്കാൻ പോലും കഴിയുന്നില്ല. സുപ്രീം കായ് അവൻ എവിടെയാണെന്ന് അറിയില്ല. പോവാണെങ്കിൽ ആ ബാബുടിയും മാജിക് ബൂവും ചേർന്ന് ഈ ഭൂമി തന്നെ മുഴുവനായിട്ട് നശിപ്പിക്കും. വജീറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് കേട്ട് ട്രങ്ക്സ് പറയും, ഇല്ല, ആരുടെയും മുൻപിൽ അച്ഛൻ തോറ്റു കൊടുക്കില്ല, പ്രത്യേകിച്ച് ഇവന്റെ മുൻപിൽ. അച്ഛൻ ഭയങ്കര പവർഫുൾ ആണ്, ആ കാര്യം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ പിക്കലോ എന്ന് ട്രങ്ക്സ് ചോദിക്കും. അതേസമയം മാജിക് ബൂ ആണെങ്കിൽ വീണ്ടും ഇപ്പോ അവന്റെ അടുത്തേക്ക് വരും. ഈയുമായിട്ട് ഞാൻ കളിച്ചു മടുത്തു എന്ന് പറഞ്ഞ് ആ മാജിക് ബൂ ആണെങ്കിൽ അവന്റെ വയറിന്റെ ഒരു പോർഷൻ അതങ്ങനെ വലിച്ചു പറിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരെ ഞെട്ടും. പക്ഷെ വജീറ്റ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, ഇതൊന്നും കണ്ട് ഞാൻ ഭയപ്പെടില്ല, അവൻ ഭയപ്പെടാനായിട്ട് പോകുന്നില്ല. അടുത്ത നിമിഷം ഇപ്പൊ മാജിക് ബൂ അവനാണെങ്കിൽ വലിയ പൊട്ടിത്തെറികളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. വജീറ്റ ആണെങ്കിൽ അവൻ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്ന ഓരോ ഭാഗത്തു നിന്നും അങ്ങനെ തെന്നി മാറിക്കൊണ്ടേയിരിക്കും. ഇതുകൊണ്ടൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല, ഞാൻ ഓരോ ഭാഗത്തു നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് വജീറ്റ പറയും. പക്ഷെ അവനാണെങ്കിൽ ബുദ്ധിപരമായി നീങ്ങി വജീറ്റയെ അവന്റെ വായിൽ നിന്ന് പവർ പുറത്തേക്ക് റിലീസ് ചെയ്ത് അതിൽ അടിച്ച് താഴെയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന വയറിന്റെ പോർഷൻ ഉപയോഗിച്ച് ഇപ്പൊ ലോക്ക് ചെയ്യും. വജീറ്റ അങ്ങനെ ലോക്കായി കിടക്കുന്നത് കണ്ട് നമ്മുടെ ആൾക്കാരുടെ ഭയം അത് കൂടി വരികയാണ്. മാജിക് ബൂ ആണെങ്കിൽ കാവടി തുള്ളി ഡാൻസ് ഒക്കെ കളിച്ച് ഇപ്പൊ വജീറ്റയുടെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ഇപ്പോ വജീറ്റയെ ദൂരേക്ക് ചവിട്ട് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം ഉയർന്നു വന്ന് അവന്റെ ദേഹത്തേക്ക് ചാടും. അങ്ങനെ വീണ്ടും ശക്തിയായിട്ട് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. പിക്കലോയ്ക്കാണെങ്കിൽ ഭയം തോന്നും. കുട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, ഗോകുവോ ഗോഹാനോ ആരെങ്കിലും വന്ന് വജീറ്റയെ സഹായിക്കുകയായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും എവിടെ, അവർക്ക് എന്ത് സംഭവിച്ചു? അതിന് പിക്കലോ പറയും, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല, കൊണ്ടൊപ്പം ഒന്നും ചെയ്യാൻ കഴിയില്ല. വജീറ്റ വലിയൊരു ശത്രുവിന്റെ കയ്യിലാണ് പെട്ടുപോയത്. ഉടനെ ട്രങ്ക്സ് ആണെങ്കിൽ അത് കണ്ട് അവന്റെ സുപ്രീം പവറിലേക്ക് വരികയാണ്. അവനെ കൊണ്ട് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. ഉറപ്പായാലും ഞാൻ എന്റെ പപ്പയെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പോവാൻ തയ്യാറാവും. അത് കണ്ട് പിക്കലോ ആണെങ്കിൽ അവനെ വിലക്കുകയാണ്, നീ ഒരു കാരണവശാലും അവിടേക്ക് പോകാൻ പാടില്ല. പക്ഷെ ട്രങ്ക്സ് അത് കേൾക്കാതെ അവിടേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ട്രങ്ക്സിനെ ഞാൻ സഹായിക്കുന്നു പറഞ്ഞ് ഇപ്പൊ ഗോട്ടനും അവന്റെ സൂപ്പർ സൈൻ മോഡിലേക്ക് മാറി അവിടേക്ക് പോകാൻ ശ്രമിക്കും. പിക്കലോ ആണെങ്കിൽ അവന്റെ കാൽ പിടിച്ച് വലിക്കും. നീ എന്തായി ചെയ്യണേ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അവിടേക്ക് പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അവൻ ഭയങ്കര പവർഫുൾ ആണ്, നിങ്ങൾ കുട്ടികളാണ്, അത് മറക്കാൻ പാടില്ല. അതിന് ഗോട്ടം പറയും, എന്റെ അച്ഛനും എന്റെ ബ്രദറും ഉണ്ടെങ്കിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും അവരും ചെയ്യുക. ഒരു കാരണവശാലും വജീറ്റ അദ്ദേഹത്തെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. എന്റെ ഫ്രണ്ടിന്റെ പപ്പയാണ് അക്ബരി വജീറ്റ, അദ്ദേഹം എന്റെ അങ്കിളാണ്, അദ്ദേഹത്തിനെ എനിക്ക് സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പിക്കലോടെ കൈ തട്ടി മാറ്റി ഇപ്പോ ട്രങ്ക്സിനെ ഹെൽപ്പ് ചെയ്യാൻ അവിടേക്ക് പോകും. പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെടും, ഓ നോ, കാര്യങ്ങൾ ഞാൻ കരുതുന്നതിലും ഒരുപാട് മോശമായിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കും എന്തെങ്കിലും ചെയ്യണം, നോക്കി നിൽക്കാനാവില്ല. മാജിക് ബൂ ആണെങ്കിൽ ഇപ്പൊ വജീറ്റയെ മാറിയും തിരിഞ്ഞും അങ്ങനെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ബാബുടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ വജീറ്റയെ ചവിട്ടി മെതിക്കുകയാണ്. അതിനുകൊണ്ട് വജീറ്റ അങ്ങനെ പൊളയുമ്പോ അവന്റെ ബോഡി അത് മുഴുവൻ റെഡായി പിന്നീട് ബ്ലൂ ആയി മാറും. ബാബുടി ആണെങ്കിൽ തുള്ളിച്ചാടുന്ന അതേസമയം ഇപ്പൊ ഗോട്ടനും അതുപോലെ ട്രങ്ക്സും അവിടേക്ക് പറന്നു വരും. ബാബുടിക്കാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പോ ആ ഒരു മാജിക് ബൂയെ ചവിട്ട് തെറിപ്പിക്കും. ഗോട്ടൻ ആണെങ്കിൽ അവനെ ചുറ്റി പിടിച്ചിരിക്കുന്ന അവന്റെ ആ വയറ് അതങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിക്കും. ഇവിടെയാണെങ്കിൽ വണ്ടർ അടിക്കും, ഈ പിള്ളേരൊക്കെ ഇത് എവിടുന്ന് വന്നു? ഇവിടെ ഗോട്ടൻ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ആ ഒരു വയറങ്ങനെ പറിച്ചെടുക്കുകയാണ്. ട്രങ്ക്സ് ആണെങ്കിൽ പപ്പയെ തട്ടി എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആൾക്ക് യാതൊരു അനക്കവും ഇല്ല. ഗോട്ടൻ ആണെങ്കിൽ ട്രങ്ക്സിനോട് ചോദിക്കും, ആൾ അനങ്ങുന്നില്ലല്ലോ, ഇനിയൊരു പക്ഷെ ആള് മരിച്ചിട്ടുണ്ടാവുമോ? ഇതൊരു ട്രങ്ക്സിനാണെങ്കിൽ കൺട്രോൾ പോവും. നീ എന്തായി പറയണേ? എന്റെ അച്ഛൻ അത്ര പെട്ടെന്നൊന്നും മരിച്ചു പോവില്ല, അദ്ദേഹം ഒരു പോരാളിയാണ്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് സയാൻ വംശത്തിന്റെ രാജകുമാരനാണ് എന്റെ അച്ഛനെന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, പോരാടാൻ പറ്റിയൊരു അവസ്ഥയിലല്ല എന്റെ അച്ഛൻ എന്ന് പറയും. ഉടനെ വജീറ്റ ആണെങ്കിൽ പതിയെ വേദനയോടുകൂടെ കണ്ണു തുറക്കും.
വജീറ്റ ആണെങ്കിൽ കണ്ണു തുറന്ന് ട്രങ്ക്സിനെ നോക്കും. ട്രങ്ക്സ് ആണെങ്കിൽ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയാണ്. ട്രങ്ക്സ്, നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് വന്നു? ആ മോൺസ്റ്റർ എവിടെയും ചോദിക്കും. കട്ട് ചെയ്ത ഇവിടെ ബാബുടി ആണെങ്കിൽ കോൺഫിഡൻസ് നഷ്ടമാകാതെ പറയും, ആരൊക്കെ വന്നിട്ടും യാതൊരു കാര്യവുമില്ല. മാജിക് ബൂവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അവൻ ശരിക്കും മരണമില്ലാത്തവനാണ്. അപ്പോഴായിരിക്കും പിക്കലോ അവിടേക്ക് വന്ന് അവന് വെല്ലുവിളിക്കുക. ഓനെ ഇല്ലാതാക്കാൻ കഴിയുമോ ഞങ്ങൾക്കറിയില്ല, പക്ഷേ നിന്നെ ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് കഴിയും ബാബുടി. അത് കേട്ട് അവൻ ഞെട്ടും. ഓ, ഡാബ്ര ഇല്ലാതായപ്പോ നീ നോർമലായി മാറിയല്ലേ? പക്ഷെ കുഴപ്പമില്ല, ബോവിന്റെ പവർ വളരെ കൂടുതലാണ്. അവൻ നിന്നെ ഇല്ലാതാക്കും. വജീറ്റ ആണെങ്കിൽ ഇപ്പൊ അവനെ കളിയാക്കും. നീ ഒരു കുള്ളനായി പോയതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് നിന്നെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട ബാബുടി അവനാണെങ്കിൽ ആരൊരു ക്രിയേറ്റ് ചെയ്ത് അവനെ തന്നെ സേഫ് ആക്കി മാറ്റും. നീ എന്ത് കരുതി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണോ ചോദിച്ച് ഒരു പ്രത്യേകതരം പവർ അവൻ നേരെ ഉപയോഗിക്കുകയാണ്. പിക്കലോയുടെ ബോഡിയിൽ അവന്റെ പവർ വന്ന് ഹിറ്റ് ചെയ്ത് അതിപ്പോ ഡിഫറെന്റ് ആയി മാറാനായിട്ട് തുടങ്ങും. പിക്കലയാണെങ്കിൽ ഇപ്പൊ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ബോഡിയിലേക്ക് വീണ ആ ഒരു പവർ അതങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അതിനുശേഷം അവന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ വീണ്ടും അവന് ഷീൽഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നശിപ്പിക്കാൻ പാടില്ല, എന്നെ നശിപ്പിച്ച നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവും. അവനെ മാജിക് ബൂവിനെ അവനെ പിന്നെ ആർക്കും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. എനിക്ക് മാത്രമേ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഞാൻ അവനെ കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ലോകം തന്നെ നശിപ്പിച്ച് കളയുമെന്ന് പറയും. അത് കേട്ട് പിക്കലോ ആണെങ്കിൽ അവനോട് പറയും, നിന്നെ ഇപ്പൊ ഞാൻ കൊന്നു കളഞ്ഞിട്ടില്ലെങ്കിലും ഇതിൽ നിന്ന് വിപരീതമായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ നിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അവൻ ഉപയോഗിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ നിന്നെ കൊന്നിട്ടെങ്കിലും നിന്നെ കൊല്ലുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലതെന്ന് പറഞ്ഞ് പിക്കലോ ആണെങ്കിൽ അവന്റെ ഷീൽഡിലേക്ക് അവന്റെ പവർ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെയാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് ബോയെ വിളിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ആ ഒരു ഷീൽഡ് തകർന്ന് പിക്കലോ ആണെങ്കിൽ ഇപ്പോ അവനെ വെട്ടാനായിട്ട് ഒരുങ്ങും. അവൻ മുകളിലേക്ക് പോകും. അവന്റെ പിന്നാലെ പോയ പിക്കലോ ആണെങ്കിൽ മരിച്ചു പോന്ന് പറഞ്ഞ് അവനെ ആഞ്ഞു വെട്ടുകയാണ്. അവനാണെങ്കിൽ തുണ്ടം തുണ്ടമായി, ഓ നോ, ഇങ്ങനെയൊരു മരണം എനിക്ക് പാടില്ല, ഞാനാണ് ഈ ലോകത്തെ നയിക്കേണ്ടതെന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് വീഴും. ബൂ ആണെങ്കിൽ ഇപ്പോ ഞോട്ടിക്കടയിൽ പുറത്തേക്ക് വരികയാണ്. ആരാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് അവൻ ഉച്ചത്തിൽ ചോദിക്കും. ഇവിടെ വെജീറ്റ ആണെങ്കിൽ ട്രങ്ക്സിനോട് പറയും, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നീ നിന്റെ അമ്മയെ നന്നായിട്ട് നോക്കണം. അത് കേട്ട് ട്രങ്ക്സിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അച്ഛൻ എന്തിനാ ഇപ്പൊ അപ്രകാരം പറഞ്ഞത്? ആണെങ്കിൽ അതിന് കൂടുതൽ മറുപടി ഒന്നും പറയില്ല. ഗൗട്ടനോടും ട്രങ്ക്സിനോടും അവിടുന്ന് എത്രയും വേഗം സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടും. മാജിക് ബൂവിനെ ഞാൻ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ പോവാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വിട്ടു പോകണം. അതിന് ട്രങ്ക്സ് പറയും, അച്ഛൻ ഒറ്റയ്ക്ക് അതുമായിട്ട് പോരാടാൻ പാടില്ല, എന്തെങ്കിലും സംഭവിക്കും. ഞങ്ങൾ രണ്ടുപേരും പഴയതുപോലെ ചെറിയ കുട്ടികളല്ല, ഞങ്ങൾക്കും ഇപ്പൊ നല്ല പവറുണ്ട്. ഞങ്ങൾക്കൊരു ചാൻസ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 3 പേർക്കും ചേർന്ന് ആ ബൂവിനെ ഇല്ലാതാക്കാം. അക്കൊണ്ട് ഉറപ്പായാലും അങ്ങയെ സഹായിക്കാനായിട്ട് കഴിയും. അത് കേട്ട് വജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ട്രങ്ക്സ്, നീ ഇപ്പോ പറയുന്നത് വ്യക്തമായി കേട്ട് അതനുസരിക്ക്. ഇപ്പൊ നീ തിരികെ പോയേ പറ്റൂ. ചെറുപ്പം മുതലേ ഒരു കാര്യത്തിന് നിന്നെ ഞാൻ വിലക്കിയിട്ടില്ല. കാരണം നീ ഒരു പവർഫുൾ ആയ വാരിയർ ആവണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. നീ സൂക്ഷിക്കണം, ഞാനിപ്പോ നിന്നെ തടയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ട്രങ്ക്സിനെ അടിക്കുകയാണ്. ആ ഒരു അടിയിൽ ട്രങ്ക്സ് ബോധം കെട്ട് താഴേക്ക് വീഴും. ഗൗട്ടനാണെങ്കിൽ ദേഷ്യപ്പെടും, നിങ്ങൾ എന്തായി ചെയ്തത്? അവൻ നിങ്ങളെ സഹായിക്കാനാണ് ശ്രമിച്ചത്, ആവശ്യമില്ലാതെ നിങ്ങൾ അവനെ അടിച്ചു, നിങ്ങൾ എന്തിനങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. അത് കേട്ട് ഇപ്പോ വജീറ്റ ആണെങ്കിൽ ഗൗട്ടനെ ആഞ്ഞടിച്ച് താഴേക്ക് ഇടുകയാണ്. പിക്കലോ ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. മാജിക് ബൂ ആണെങ്കിൽ അവിടേക്ക് ഓടി വരും. ആരാണ് ബൂവെ ഇടിച്ച് താഴെയിട്ടെന്ന് ചോദിച്ച് അവൻ അവിടേക്ക് പാഞ്ഞടുക്കുകയാണ്. പിക്കലോയോട് ഇപ്പോൾ വെജീറ്റ ആണെങ്കിൽ അവരെ രണ്ടുപേരെ സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറയും. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗോകുവിന്റെ അടുത്തേക്ക് പോകാൻ കഴിയോ? അതിന് പിക്കലോ അവനോട് ചോദിക്കും, നീ മരിക്കാൻ തന്നെ തീരുമാനിച്ചോ? എനിക്ക് നിന്നോട് ഈ കാര്യം പറഞ്ഞേ പറ്റൂ. നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഗോകുവിനെ കാണാൻ കഴിയില്ല. നീ ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് മോക്ഷം കിട്ടി ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോയി പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം നല്ലൊരാളായതിന് ശേഷം മാത്രമേ ഗോകുവിനെ കാണാനായിട്ട് കഴിയൂ. അപ്പോ നിനക്ക് അവനോട് ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ യാതൊന്നും കാണില്ല. അത് കേട്ട് വജീറ്റ പറയും, ഓ അങ്ങനെയാണോ, ഓക്കെ കുഴപ്പമില്ല, ഇവിടുന്ന് കടന്നു പോകാൻ പറയും. മാജിക് ബൂ ആണെങ്കിൽ അവിടേക്ക് ഓടി വരും. അടിയാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് വജീറ്റ ആണെങ്കിൽ ബോവിനെ വെല്ലുവിളിക്കും. അത് കേട്ട് ബൂ ആണെങ്കിൽ അവന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് വായു അങ്ങനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ബൂവെ കളിയാക്കും. ഇപ്രകാരം വിളിച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ടെററായിട്ട് നിൽക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരെ എടുത്ത് മൊട്ടപ്പന്റെ അടുത്തേക്ക് വരും. നമുക്ക് അവനുമായിട്ട് പോരാടാൻ കഴിയില്ല, എത്രയും വേഗം സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് പോകണം. അത് കേട്ട് മൊട്ടപ്പനും ഓക്കെ പറഞ്ഞ് പിക്കലോടെ കൂടെ വരികയാണ്. വജീറ്റ എന്താണ് നിന്നോട് പറഞ്ഞത്? അതിന് പിക്കലോ ആണെങ്കിൽ അല്പം ഒന്ന് മൗനമായിട്ട് നിന്ന് ഇപ്പൊ അവനോട് പറയും, അവൻ ആദ്യമായിട്ടും അവസാനമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോവാണ്. തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ അവന്റെ മരണത്തിലേക്ക് കടന്നേക്കാമെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ വജീറ്റ ആണെങ്കിൽ നന്നായിട്ട് പവർ പുറത്തേക്ക് റിലീസ് ചെയ്യും. കട്ട് ചെയ്ത വജീറ്റയെ കാണിക്കും, ഉറപ്പായാലും നിന്നെ ഞാൻ തന്നെ കൊല്ലും മാജിക് ബൂ. നിന്നെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബുൽമ, ട്രങ്ക്സ്, നിങ്ങൾ ഉറപ്പായാലും ഞാൻ ഒരുപാട് മിസ് ചെയ്യും. അതുപോലെ തന്നെ ഗോകു, നിന്നെ ഞാൻ മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ അവന്റെ അൾട്ടിമേറ്റ് പവർ അത് പുറത്തേക്ക് റിലീസ് ചെയ്യും.
ആ പവർ ആണെങ്കിൽ മാജിക് ബൂന് താങ്ങാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവിടെ വെച്ച് ആ ഒരു കാഴ്ച കണ്ട് ഇവിടെ മൊട്ടപ്പൻ അവനാണെങ്കിൽ ഉച്ചത്തിൽ വജീറ്റ എന്ന് പറഞ്ഞ് അലർന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.